Hi guys, welcome back to my drama teller. ബോക്സുവിന്റെ അച്ഛൻ സ്റ്റാർ എന്റർടൈൻമെന്റ് കമ്പനിയെ കുറിച്ച് പി എയോട് ചോദിക്കുവാണ്. പി എ, സീറോവിന്റെ പുതിയ ആൽബം നല്ല ഹിറ്റാണ്, അതുകൊണ്ട് തന്നെ ഷെയർ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുവാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആർക്കും അറിയാത്ത രീതിയിൽ നമ്മൾ ഷെയർസ് വാങ്ങുന്നുണ്ട് എന്ന് പറയുന്നു. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ അവൻ ടാലന്റഡ് ആണ്, എന്നാൽ ഭാവിയെ കുറിച്ച് അവൻ ഒന്നും കാണുന്നില്ല എന്ന് പ്രസിഡന്റിനെ കുറിച്ച് ബോക്സുവിന്റെ അച്ഛൻ പറയുന്നു. പി എയും അത് ശരിവെക്കുന്നു. ഇവിടെ ബോക്സ് ആണെങ്കിൽ സോങ് കമ്പോസ് ചെയ്യുവാണ്. ഇന്നർ മംഗോളിയയിലേക്ക് ഷെൻഷന്റെ കൂടെ പോയ യാത്രയും അവിടുത്തെ ആളുകളുടെ സ്നേഹവും ഒക്കെയാണ് ആ പാട്ടിലൂടെ അവൻ പറയാൻ ശ്രമിക്കുന്നത്. ഇതേ സമയം കമ്പനിയിലെ പ്രസിഡന്റ് മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് സംസാരിക്കുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ബോക്സു എന്താണ് ഒരുപാട് നാളായിട്ടും നമ്മുടെ കമ്പനിയിലേക്ക് വരാത്തതെന്ന്. ഒരു ആക്ടിവിറ്റി പോലും എന്തുകൊണ്ടാണ് അവന് കൊടുക്കാത്തത് എന്ന് നിങ്ങൾക്ക് നല്ല സംശയം ഉണ്ടാവും. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്തത്. അവൻ വരാത്തതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. ബോക്സുവിന്റെ സൗണ്ടിന് പ്രശ്നമുണ്ട്, അത് അവന്റെ സിംഗിങ് കരിയറിന് തന്നെ പ്രശ്നം ഉണ്ടാക്കാം എന്ന് പറയുന്നു. ഇത് എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, എന്നിട്ട് ഇപ്പോഴാണോ ഈ കാര്യം ഞങ്ങളോട് പറയുന്നത്? ഞാൻ എത്ര തവണ നിന്നോട് ചോദിച്ചതാ, എന്നിട്ട് നീ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ലീന ദേഷ്യത്തിൽ ചോദിക്കുന്നു. പ്രസിഡന്റ്, ഞാനൊരു ലിസ്റ്റഡ് കമ്പനിയുടെ ബോസാണ്, അതുകൊണ്ട് എന്റെ ആരോഗ്യാവസ്ഥ വരെ ഞാൻ ആരും അറിയാത്ത രീതിയിൽ വേണം സൂക്ഷിക്കാൻ. ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ലീക്കായ അത് സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിക്കും. ബോക്സ് ഒരു സെലിബ്രിറ്റിയാണ്, അപ്പൊ അവന്റെ കാര്യം കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അവൻ നമ്മുടെ കമ്പനിയിലെ സെലിബ്രിറ്റിയാണ്, അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ വളരെയധികം ബാധിക്കും. ഈ കാര്യം ആരും അറിയാതെ നോക്കാൻ ഷെൻഷനോട് പറഞ്ഞത് ഞാൻ തന്നെയാണ്. ആദ്യം ഞാൻ വിചാരിച്ചത് അവന്റെ രോഗമൊക്കെ മാറിയിട്ട് അവൻ കമ്പനിയിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് തന്നെ ആയിരുന്നു. എന്നാൽ പിന്നെ ഒന്ന് ചിന്തിച്ചപ്പോൾ അതിന്റെ ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി. സീറോ പോപ്പുലർ ആയി വരുവാണ്, എല്ലാ റിസോഴ്സും അവന് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബോക്സുവിന്റെ പുറകിൽ വേറെയും പ്രശ്നങ്ങളുണ്ട്, ഞാൻ അവനെ ബാൻ ചെയ്യാൻ പോവാണ് എന്ന് പറയുന്നു. ലീന ഉടനെ ഞാനിത് അനുകൂലിക്കുന്നില്ല എന്ന് പറയുന്നു. പ്രസിഡന്റ് ഡയറക്ടർ ഡൂവിനോട് ചോദിക്കുന്നു. ഡയറക്ടർ ഡൂവും ആ ഒരു കാര്യത്തോട് യോജിക്കുന്നില്ല. ഇപ്പൊ സീറോവിന് അത്രയും റിസോഴ്സിന്റെ ആവശ്യമൊന്നുമില്ല എന്നാണ് ഡയറക്ടർ ഡൂ പറയുന്നത്. ഡയറക്ടർ നാനിനോടും യുവിനോടും പ്രസിഡന്റ് ഈ കാര്യം ചോദിക്കുന്നുണ്ട്. ഡയറക്ടർ യു, നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് അവന്റെ ഹെൽത്ത് എങ്ങനെ പോകുന്നു എന്ന് നോക്കാം. അവന്റെ സൗണ്ട് അഥവാ തിരിച്ച് കിട്ടുകയാണെങ്കിലോ എന്ന് പറയുന്നു. പ്രസിഡന്റ്, അവന്റെ സൗണ്ട് ഇനി തിരിച്ച് വന്നാലും ഇനി എനിക്ക് അവനെ വേണ്ട. സ്റ്റാർ എന്റർടൈൻമെന്റ് ഇതിനു മുന്നേ പ്രശ്നത്തിലായ സമയത്ത് അവനും അവന്റെ അച്ഛനും എന്നെ ആകെ കുഴപ്പത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് അവൻ ഈ കമ്പനിയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നു. പ്രസിഡന്റ് ഇപ്പൊ അന്നത്തെ ഇൻസിഡന്റിന് പകരം വീട്ടുവാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നു. പക്ഷെ പ്രസിഡന്റ് തീരുമാനിച്ചത് കാരണം ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. വൈസ് പ്രസിഡന്റ് ലീന മാത്രം ബോക്സുവിന് വേണ്ടി സംസാരിക്കാൻ തുടങ്ങുന്നതും ഇനി ഒന്നും പറയണ്ട, ഞാൻ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ട്, അതിനെ കുറിച്ച് നിങ്ങളൊന്നിരുന്ന് ചിന്തിക്കുക എന്ന് പറഞ്ഞ പ്രസിഡന്റ് അവിടുന്ന് പോകുന്നു. ഇവിടെ ബോക്സു ട്രെയിനിങ്ങിലാണ്. വന്ന വടെ ക്യാൻഡിലൊക്കെ കത്തിച്ച് നല്ല കുട്ടിയായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നതും മിസ്റ്റർ ഗു അങ്ങോട്ട് വന്ന് ആ ക്യാൻഡിൽ എടുത്ത് ഇന്ന് ഇത് പ്രാക്ടീസ് ചെയ്യണ്ട എന്ന് പറയുന്നു. ബോക്സു എക്സൈറ്റഡ് ആയിട്ട് പിന്നെന്താ സിംഗിങ് ആണോ എന്ന് ചോദിക്കുന്നു. എന്ത് സിംഗിങ്, ആദ്യം നിന്റെ സൗണ്ട് ശരിയാവട്ടെ എന്ന് മിസ്റ്റർ ഗു പറയുന്നു. മിസ്റ്റർ ഗു ഇപ്പോൾ ഡ്രംസ് പ്ലേ ചെയ്യാൻ നിൽക്കുവാണ്. ബോക്സുവിനോട് മ്യൂസിക്കിന് കുറച്ച് ബേസ് ഉണ്ട്, നന്നായിട്ട് പാടാൻ വേണ്ടിയിട്ട് റിതം വേണം എന്ന് പറഞ്ഞ് നല്ല സ്പീഡിൽ ആ ഡ്രംസ് പ്ലേ ചെയ്ത് കാണിക്കുന്നു. എന്നിട്ട് ബോക്സുവിനോടും അത് പ്ലേ ചെയ്യാൻ പറയുന്നു. ബോക്സു ഇപ്പൊ പ്ലേ ചെയ്യുന്നു, എന്നാൽ മിസ്റ്റർ ഗു ഫാസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. ബോക്സു അവന്റെ മാക്സിമം സ്പീഡിൽ പ്ലേ ചെയ്യുന്നുണ്ട്, പക്ഷെ മിസ്റ്റർ ഗു സ്പീഡില്ല എന്നാണ് പറയുന്നത്. അവൻ ഓരോ ദിവസവും പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നാൽ മിസ്റ്റർ ഗു അതിനനുസരിച്ച് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അവൻ ആകെ സാഡായിട്ട് കരയാനുള്ള സ്റ്റേജിലേക്ക് വരെ എത്തുന്നു. അവന്റെ കയ്യിൽ നന്നായിട്ട് മുറിവ് പറ്റിയിട്ടുണ്ട്. അത് നോക്കി അവൻ, നിങ്ങൾ കണ്ടോ, ഞാൻ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യില്ല, എന്നെ കൊണ്ട് ഇതെല്ലാം പറ്റുമെന്ന് ഞാൻ നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് കാണിക്കും എന്നവൻ നല്ല കോൺഫിഡൻസിൽ പറയുന്നു. ഷെൻഷൻ ഇപ്പൊ അവളുടെ വീട്ടിലേക്ക് വരുവാണ്. അവിടെ അവളെ വെയിറ്റ് ചെയ്തുകൊണ്ട് സീറോ നിൽക്കുന്നുണ്ട്. നീ എന്ത് ഇവിടെ ചെയ്യുന്നത്, യുവാൻ എവിടെ എന്ന് ഷെൻഷൻ ചോദിക്കുന്നു. യുവാന് ഞാൻ വേറെ ജോലി കൊടുത്തിട്ടുണ്ട്, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് സീറോ പറയുന്നു. ഇപ്പൊ അവർ രണ്ടുപേരും സംസാരിക്കുന്നു. സീറോ ഷെൻഷനോട്, പ്രസിഡന്റ് എന്റെ ഏജന്റ് ആയിട്ടിരിക്കാൻ നിന്നോട് പറഞ്ഞപ്പോ നീ എന്തുകൊണ്ടാ വേണ്ടാന്ന് പറഞ്ഞേ എന്ന് ചോദിക്കുന്നു. അതിനെന്തായാലും നീ അല്ല കാരണം എന്ന് ഷെൻഷൻ പറയുന്നതും സീറോ, എന്റെ കൂടെ വർക്ക് ചെയ്താൽ നിന്റെ പഴയ ഫീലിങ്സ് പുറത്തു വരുന്നു നിനക്ക് പേടിയുണ്ടോ എന്ന് ചോദിക്കുന്നു. ഷെൻഷൻ ഉടനെ, ഞാൻ ആ ഫീലിങ്സിൽ നിന്ന് ഫുള്ളായിട്ട് പുറത്തു വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഇത് കേട്ട് സീറോവിന് കുറച്ച് ഹേർട്ട് ആവുന്നു. ഞാനിപ്പോഴും ആ ഫീലിങ്സിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല എന്ന് പറഞ്ഞ്, എനിക്കറിയാം നിന്നോട് ഈ കാര്യമൊന്നും പറയാനുള്ള അവകാശം എനിക്കില്ല എന്നുള്ളത്. ഇതിനു മുന്നേ നിന്നെ ഞാൻ ഉപേക്ഷിച്ചതാണ്. ഞാൻ എന്നോട് തന്നെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്തിനായിരുന്നു അത് ചെയ്തതെന്ന്. എനിക്ക് എന്തുകൊണ്ടാ പ്രസിഡന്റിന്റെ തീരുമാനത്തെ എതിർക്കാൻ പറ്റാതിരുന്നത് എന്ന് എനിക്കറിയില്ല. എന്നെ ബാൻ ചെയ്യുമോ എന്നുള്ള പേടിയായിരുന്നു. അങ്ങനെ ചെയ്താൽ തന്നെ എന്താ, ഞാൻ തിരിച്ച് ബാറിലേക്ക് തന്നെ പോകും, അവിടെ തന്നെ സിംഗർ ആയിട്ട് നിൽക്കുകയും ചെയ്യും. കുറച്ച് വർഷത്തേക്ക് സ്ട്രഗിൾ ചെയ്താലും ഞാൻ ഇത്രത്തോളം വേദന അനുഭവിക്കില്ലായിരുന്നു എന്ന് സീറോ പറയുന്നതും ഷെൻഷൻ, നീ ഒരുപാട് കാലമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഇനിയും നീ ഇതെല്ലാം റീസ്റ്റാർട്ട് ചെയ്താലും നീ എന്നെ ഒരിക്കലും ചൂസ് ചെയ്യില്ലായിരുന്നു. നിനക്ക് നല്ല ടാലന്റ് ഉണ്ട്, ഹാർഡ് വർക്കിംഗും ആണ്. എന്നാ നിനക്ക് നിന്റെ ഹാർഡ് വർക്കിന് എന്തായിരുന്നോ കിട്ടേണ്ടത് അതായിരുന്നില്ല കിട്ടിയിരുന്നത്. ബ്ലൂമിൽ വർക്ക് ചെയ്യാൻ നിനക്ക് നല്ല ഇഷ്ടമായിരുന്നു, എന്നാ അത് നിന്റെ ജീവിതത്തെ ഒരു അർത്ഥവും ഇല്ലാത്ത രീതിയിലാക്കും. നിന്റെ ഹാർഡ് വർക്കിലൂടെയും മ്യൂസിക്കിലൂടെയും ലോകം നിന്നെ അറിയണം എന്നല്ലാതെ വേറെ ഒന്നും നിനക്ക് ഉണ്ടായിരുന്നില്ല. അതിൽ തെറ്റൊന്നുമില്ല, നിനക്ക് വേണ്ടത് ഓപ്പർച്യൂണിറ്റി മാത്രമായിരുന്നു എന്ന് പറയുന്നു. ശരിയാണ്, എന്റെ മ്യൂസിക്കിന് വേണ്ടിയിട്ടും എന്റെ ഡ്രീമിന് വേണ്ടിയിട്ടും എന്റെ ഫീലിങ്സ് ആണ് ഞാൻ വേണ്ടാന്ന് വെച്ചത്. പക്ഷെ ആ ഫീലിങ്സ് നഷ്ടപ്പെട്ടപ്പോഴാണ് അത്
അത് എത്രത്തോളം പെയിൻഫുൾ ആണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ആ പെയിൻ ഒരിക്കലും താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയി ഷെൻഷന്റെ കൈ പിടിച്ച് എനിക്ക് ഒരു ചാൻസ് കൂടെ തരുമോ എന്ന് അവൻ ചോദിക്കുന്നു. ഷെൻഷൻ അവളുടെ കൈ മാറ്റി അവിടുന്ന് മാറിയിരിക്കുന്നു. അത് സീറുവിനും ഒരു ഷോക്ക് തന്നെയായിരുന്നു. ഇപ്പൊ സീറു അവളോട് ഞാൻ ഇപ്പോ എന്റെ കരിയറിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ ഹാപ്പി അല്ല, എന്റെ ഹാർട്ടിൽ എന്തോ എംപ്റ്റി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എല്ലാവരും പറയുന്നത് ഞാൻ നന്നായിട്ട് പാടുന്നുണ്ടെന്നാ, എല്ലാവരും എന്നെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ ഹാപ്പി അല്ല. നിന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോ നിന്നോടെല്ലാം ഷെയർ ചെയ്ത സമയത്ത് ഞാൻ ഹാപ്പി ആയിരുന്നു എന്ന് പറഞ്ഞ് സംസാരിക്കുന്നതും ഷെൻഷൻ യുവാന നിന്നെ ഇഷ്ടമാണെന്നുള്ളത് നിനക്കറിയോ എന്ന് ചോദിക്കുന്നു. സീറു അത് സമ്മതിച്ചിട്ട് അതുകൊണ്ടായിരിക്കാം എന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് എനിക്ക് മനസ്സിലായത്, അതുകൊണ്ടാണ് എനിക്ക് ഒരു ചാൻസ് കൂടെ തരണമെന്ന് നിന്നോട് പറയാനുള്ള ധൈര്യവും കിട്ടിയത് എന്ന് പറയുന്നു. കമ്പനിയിൽ ഇപ്പോഴും ആ റൂൾ ഉണ്ട് എന്ന് ഷെൻഷൻ പറയുന്നതും എനിക്ക് തുടക്കത്തിൽ വേറെ ഒരു ചോയ്സും ഉണ്ടായിരുന്നില്ല, വേറെ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നീ എന്തിനാ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നതെന്ന്. ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട് എന്തിനാ ഞാൻ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഞാൻ സക്സസ് ആവുള്ളൂ. ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ വിജയിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ടീമിനെ പ്രസിഡന്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് വിജയിക്കാനും പറ്റുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതിൽ വിന്നറായ ഞാൻ ചോദിക്കുന്നത് എന്തും തരുമെന്ന് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ടത് നീയാണ്, ഈ ലോകം മുഴുവൻ നീയാണ് എന്റെ ഗേൾഫ്രണ്ട് എന്ന് അറിയണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ചാൻസ് തരുമെന്ന് ചോദിക്കുന്നതും ഷെൻഷൻ നീ നല്ലവനാണ് എന്നാ പഴയതൊന്നും തിരിച്ചു വരില്ല എന്ന് പറയുന്നു. ബോക്സോ ആണോ അതിന് കാരണം എന്ന് സീറോ ചോദിക്കുന്നതും ഷെൻഷനൊന്നും മിണ്ടുന്നില്ല. നീ ഇപ്പൊ അവന്റെ കൂടെയാണോ എന്ന് സീറോ ചോദിക്കുന്നു. അപ്പോഴും ഷെൻഷനൊന്നും മിണ്ടുന്നില്ല. സീറോ നീ അങ്ങനെ ഒരു പൊട്ടത്തിയൊന്നുമല്ല, അവനെപ്പോലെ ഒരുത്തനോട് നിനക്ക് എങ്ങനെയാ അട്രാക്ഷൻ തോന്നുക എന്ന് അവൻ ചോദിക്കുന്നു. ഇത് കേൾക്കുന്നതും ഷെൻഷൻ ഞാനും അവനും തമ്മിൽ ഒന്നുമില്ല, പിന്നെ നീ അവന് ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. സീറോ ഓക്കെ ഞാൻ തെറ്റിദ്ധരിച്ചതാണ്, അപ്പൊ അതിനർത്ഥം നിനക്ക് അവനെ നന്നായിട്ട് അറിയാം എന്നല്ലേ എന്ന് ചോദിക്കുന്നു. ഷെൻഷൻ അവന് നിന്റെ അത്ര ടാലന്റ് ഇല്ലായിരിക്കാം, എന്നാ അവൻ നിന്നെ പോലെ തന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. സീറോ ഇപ്പൊ അവളോട് എത്ര തന്നെ അവൻ ഹാർഡ് വർക്ക് ചെയ്താലും അത് അടുത്ത് തന്നെ ഇൻവാലിഡ് ആവും. ബോക്സുവിനെ ബാൻ ചെയ്യുവാണ് എന്ന കാര്യം പ്രസിഡന്റ് ഈ അടുത്ത് തന്നെ അനൗൺസ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവനൊരു ഏജന്റിന്റെ ആവശ്യമില്ല. സോ ഞാൻ പ്രസിഡന്റിനോട് നിനക്കൊരു ചാൻസ് തരാൻ പറയാം എന്റെ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അയാൾ നിന്നെ ഫയർ ചെയ്യും എന്ന് പറയുന്നു. ഷെൻഷൻ നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? നീ പറയുന്നത് അനുസരിച്ചിട്ടില്ലെങ്കിൽ എന്നെ ഫയർ ചെയ്യുന്നാണോ പറഞ്ഞു വരുന്നത്? എന്നാ നീ നന്നായിട്ട് കേട്ടോ, എനിക്ക് നിന്റെ ഏജന്റ് ആവണ്ട, നിന്റെ ഗേൾഫ്രണ്ട് ആണെന്നുള്ള പദവിയും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ടയേർഡാണ്, എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം എന്ന് പറയുന്നു. സീറോ ആകെ സാഡായി എന്നെ ഹാപ്പി ആവാൻ ശ്രമിച്ചുകൊണ്ട് നീ റെസ്റ്റ് എടുക്ക് എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. സീറോ സങ്കടത്തിൽ അപ്പാർട്ട്മെന്റിലേക്ക് വരുവാണ്. യുവാൻ അവനെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട്. യുവാൻ അവനോട് നീ എവിടെയായിരുന്നു? ഞാൻ ഒരുപാട് വിളിച്ചു നോക്കി, മെസ്സേജ് അയച്ചു നോക്കി, ഒരു റിപ്ലൈ ഉണ്ടായിരുന്നില്ലല്ലോ, നിന്നെ കാണാതായപ്പോ ഞാൻ പേടിച്ചു പോയി എന്ന് പറഞ്ഞ് അടുത്ത ആഴ്ചത്തെ കൊമേഴ്ഷ്യലിന് വേണ്ടിയിട്ട് കുറച്ച് കോസ്റ്റ്യൂംസ് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്, നീ അതൊന്ന് നോക്ക് എന്ന് പറയുന്നു. അത് നീ തന്നെ സെലക്ട് ചെയ്താൽ മതി, നിന്റെ സെലക്ഷൻ ഒക്കെ എന്തായാലും നല്ലതാ, മാത്രമല്ല എന്നെ ഒരിക്കലും ആരും മോശമായിട്ട് കാണാൻ നീ ആഗ്രഹിക്കില്ല എന്ന് പറഞ്ഞ് സീറോ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. ഇപ്പൊ സീറോ ഷെൻഷൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ആകെ വിഷമത്തിലിരിക്കുന്ന സമയത്താണ് കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. നോക്കുമ്പോ അത് ബിന്നാണ്. അവനെ കണ്ട് സീറോ ഒരുപാട് ഹാപ്പി ആവുന്നു. രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് ഒത്തിരി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ബിൻ അവനോട് നീ പാർട്ടിക്ക് വരുമോ? നമ്മുടെ പഴയ ഫ്രണ്ട്സ് എല്ലാം നിന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക, നീ ഇപ്പൊ പോപ്പുലർ അല്ലേ, അതുകൊണ്ട് നിന്റെ ഫ്രണ്ട് ആയത് കാരണം എല്ലാവരും ഈ ഒരു കാര്യം പറഞ്ഞ് എന്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുക, ഞാനൊരു ലോലഹൃദയനായത് കാരണം അത് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് പറയുന്നു. സോറി എന്നെ കൊണ്ട് പറ്റില്ലടാ, ഞാൻ ഈ കമ്പനിയിൽ ഉള്ള കാലത്തോളം അവർ പറയുന്ന എല്ലാ റൂൾസും ഞാൻ അനുസരിച്ചേ പറ്റൂ. അതിലൊരു റൂളാണ് ഇതുപോലുള്ള പ്രൈവറ്റ് പാർട്ടികളിൽ ഒന്നും പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളത്, പങ്കെടുത്താൽ അതിന് പെനാൽറ്റി കൊടുക്കേണ്ടി വരും എന്ന് സീറോ പറയുന്നു. ബിന്നും സാഡ് ആവുന്നു. സീറോ ഇപ്പോ കുറച്ച് പണം ബിന്നു കൊടുത്ത് ഗിറ്റാർ വാങ്ങാൻ പറയുന്നു. ഈ പണം വാങ്ങുന്നതോടുകൂടെ നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അവസാനിക്കുമോ എന്ന് ബിൻ ചോദിക്കുന്നു. സീറോ ആണെങ്കിൽ പൊട്ടത്തരം പറയാതെ നീ ഒന്നും മിണ്ടാതിരിക്കടാ എന്ന് പറയുകയും ചെയ്യുന്നു. ഇവിടെ ബോക്സുവിന്റെ അച്ഛന്റെ PA സ്റ്റാർ എന്റർടൈൻമെന്റ് കമ്പനിയുടെ പ്രസ് കോൺഫറൻസ് ബോക്സുവിന്റെ അച്ഛന് കാണിച്ചു കൊടുക്കുന്നു. കെക്സിനും അവിടെയുണ്ട്. പ്രസിഡന്റ് സീറോവിന്റെ കാര്യം അല്ലാത്തൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഞങ്ങളുടെ കമ്പനിയിലെ വേറൊരു ആർട്ടിസ്റ്റിനെ കുറിച്ചാണ് ഇപ്പൊ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ കമ്പനി സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്ത ഒരു ഐഡൽ ആയിരുന്നു ബോക്സു. അവന് ഒരുപാട് പോപ്പുലാരിറ്റി കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ കമ്പനിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടാലന്റ്സിൽ ഒരാളാണ് ബോക്സു. എന്നാൽ ബോക്സുവിന് സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്. കമ്പനിയുടെ പൊസിഷനും പ്ലാനിങ്ങിനും ചേർന്ന രീതിയിൽ അവനെ കൊണ്ട് ഇനി വർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറച്ച് സന്തോഷകരമല്ലാത്ത കാര്യങ്ങളും മുന്നേ നടന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തായാലും ആ കാര്യങ്ങളെ കുറിച്ച് അറിവുള്ളതുമാണ്. ഇതെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ ഞങ്ങൾ ബോക്സുവിന്റെ എല്ലാ പെർഫോമൻസും എല്ലാ ഇവന്റ്സും സസ്പെൻഡ് ചെയ്യാനും അവനെ ബാൻ ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതും എല്ലാവരും ഷോക്കാവുന്നു. ബോക്സുവിന്റെ അച്ഛൻ ഇതിന്റെ ഒക്കെ അർത്ഥം എന്താ? ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, എന്നിട്ടും അവൻ എന്റെ മേലെ ചാലഞ്ച് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് എന്റെ മകന്റെ മുഖത്ത് ഇതുപോലെ അടിച്ചു, അത് എന്നെ അടിക്കുന്നതിന് തുല്യമാണ് എന്ന് ദേഷ്യത്തിൽ പറയുന്നു. ഇവിടെ ഷെൻഷൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ഒരു പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റാണ് ബോക്സു, അവനെ എന്തിനാ ഇങ്ങനെ ചെയ്തേ എന്ന് ലീനയോട് ചോദിക്കുന്നു. അപ്പോ നിനക്ക് എന്റെ അടുത്തേക്ക് വരാനൊക്കെ അറിയാലേ, ബോക്സ് രോഗിയായിരുന്ന സമയത്ത് നീ എവിടെയായിരുന്നു എന്ന് ലീന തിരിച്ചു ചോദിക്കുന്നു. പ്രസിഡന്റ് ആണ് ഇതൊന്നും ആരോടും പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്ന് ഷെൻഷൻ പറയുന്നു. ലീന ദേഷ്യത്തില് പ്രസിഡന്റ് പറഞ്ഞതാണ് നീ അനുസരിച്ചെങ്കിൽ ഈ കാര്യം പ്രസിഡന്റിനോട് പോയാണ് ചോദിക്കേണ്ടത്, അല്ലാതെ ഇങ്ങോട്ടേക്കല്ല വരേണ്ടത് എന്ന് പറയുന്നു. ഷെൻഷൻ ഒന്നും മിണ്ടാതെ അവിടുന്ന് പോകുന്നു. ഡയറക്ടർ ഡൂവിന്റെ അടുത്തേക്കാണ് അവള് വരുന്നത്. ഷെൻഷൻ
ബോക്സുവിന്റെ ആരോഗ്യം ഇപ്പൊ ശരിയായിട്ട് വരുന്നുണ്ട്, അവൻ പെട്ടെന്ന് തന്നെ റിക്കവർ ആവും, അവനെ ബാൻ ചെയ്യരുതെന്ന് പ്രസിഡന്റിനോട് പറയോ എന്ന് ചോദിക്കുന്നു. ഡയറക്ടർ ഡു, എനിക്കും ഈ ഒരു തീരുമാനത്തോട് തീരെ യോജിപ്പില്ല. എന്നാ പ്രസിഡന്റ് ഒരു ഡിസിഷൻ എടുത്താൽ അത് ആർക്കും തന്നെ, അതായത് ഞാനടക്കം ആർക്കും തന്നെ അത് തിരുത്താൻ പറ്റില്ല. ബോക്സുവിന്റെ അച്ഛനും പ്രസിഡന്റും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് നിന്നോട് തുറന്നു പറയാൻ എനിക്ക് പറ്റില്ല. അവര് തമ്മിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കുക എന്ന് പറയുന്നത് നീ വിചാരിക്കുന്നത് പോലെ അത്ര ഈസി ആയിട്ടുള്ള കാര്യവും അല്ല. എനിക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം നിന്നെ PR ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളതാണ് എന്ന് പറയുന്നു. ഷെൻഷൻ താങ്ക്സ് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ഇവിടെ ഡയറക്ടർ നാനും യും സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ഷെൻഷൻ അങ്ങോട്ട് പോയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബോക്സുവിനെ ഹെൽപ്പ് ചെയ്യാൻ ഒരു വഴി കണ്ടുപിടിക്കാൻ പറ്റുമോ? അവന് വിലയില്ലാന്ന് കമ്പനിക്ക് തോന്നിയാൽ അവനെ വേറെ കമ്പനിയിലേക്ക് വിൽക്കുകയല്ല വേണ്ടേ, അല്ലാതെ ബാൻ ചെയ്യുവാണോ വേണ്ടേ എന്ന് ചോദിക്കുന്നു. ഡയറക്ടർ നാൻ ബാൻ എന്ന് പറഞ്ഞാൽ അവനെ ഫ്രീസ് ചെയ്യലാണ്, അവനെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല, ഒരു ഓപ്പർച്യൂണിറ്റിയും അവന് കൊടുക്കുകയില്ല. മാത്രമല്ല പ്രസിഡന്റ് ഈ കാര്യം പ്രസ് കോൺഫറൻസിൽ പറയുകയും ചെയ്തതാണ്. ആ ഒരു വാക്ക് തിരിച്ചെടുക്കൽ അത്ര എളുപ്പമുള്ള കാര്യവും അല്ല എന്നൊക്കെ പറയുന്നത് ഷെൻഷൻ ആർക്കാണ് പ്രസിഡന്റിനെ ഈ ഒരു കാര്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പറ്റുക എന്ന് ചോദിക്കുന്നു. ആർക്കും ഇല്ല, നമ്മുടെ കമ്പനിയിലെ എല്ലാ ലീഡേഴ്സിനോടും പ്രസിഡന്റ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചതാണ്. പ്രസിഡന്റ് ഒഴികെ ഞങ്ങൾ എല്ലാവരും ഈ ഒരു തീരുമാനത്തെ എതിർക്കുകയും ചെയ്തതാണ്. പക്ഷേ നീ ഇന്നതിന്റെ റിസൾട്ട് കണ്ടില്ലേ എന്ന് ഡയറക്ടർ യു ചോദിക്കുന്നു. അവൾ അവിടുന്നും ടെൻഷനായിട്ട് ഇറങ്ങി പോവുകയാണ്. ബോക്സു ഇപ്പോ ആ വീഡിയോ കാണുന്നു. അതില് ഈ ഒരു ന്യൂസ് കാണുമ്പോൾ ബോക്സ് ഷോക്ക് ആവില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അവൻ ഈ ഒരു സമയത്ത് കമ്പനിയിൽ ഇല്ലാതിരുന്നത് കാരണം ഞാൻ അവന്റെ ഏജന്റിനോട് എല്ലാ കാര്യവും ഇൻഫോം ചെയ്തിട്ടുള്ളതാണ്. അത് അവനോട് പറയാനും പറഞ്ഞിരുന്നു. സമയത്തിനനുസരിച്ച് അവൾ അവനോട് പറഞ്ഞിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നൊക്കെ പ്രസിഡന്റ് പറയുന്നത് കേട്ട് അവൻ ആകെ ഷോക്കാവുന്നു. അവൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് അവൻ ചിന്തിക്കുമ്പോഴാണ് ഞാൻ കോൾ ചെയ്യുന്നത്. കോൾ അറ്റൻഡ് ചെയ്യുന്നതും അവള്, നീ പ്രസ് കോൺഫറൻസ് കണ്ടോ, അതൊക്കെ സത്യമാണോ, നിന്നെ കമ്പനി ബാൻ ചെയ്യാൻ പോവാണോ? ഞാനിപ്പോ നിന്റെ വീട്ടിലുണ്ട്, ഞാൻ അങ്കിളുടെ കൂടെ ഇരിക്കുമ്പോഴാണ് ആ ന്യൂസ് കണ്ടത്, അങ്കിള് നല്ല ദേഷ്യത്തിലാണ്, നിന്റെ ആ പ്രസിഡന്റിനെ ഒരു പാഠം പഠിപ്പിക്കണം എന്നൊക്കെയാ പറയുന്നേ എന്ന് പറഞ്ഞിട്ട് നീ എവിടെയാ, നിന്നെ കാണാൻ ഞാൻ വരട്ടെ എന്ന് ചോദിക്കുന്നു. ബോക്സും നോ താങ്ക്സ് എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു. അവൻ നേരെ വന്ന് മിസ്റ്റർ ഗുവിനോട് ലീവ് ചോദിക്കുവാണ്. എത്ര ദിവസത്തിനാന്ന് മിസ്റ്റർ ഗു ചോദിക്കുമ്പോ അതറിയില്ല, എന്തായാലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എന്നെ പോലെ ഒരുത്തനെ ഇനി നിങ്ങൾക്ക് പഠിപ്പിക്കേണ്ട ആവശ്യം വരില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ പോകാൻ നിൽക്കുന്നു. ഈ സമയത്താണ് ഷെൻഷൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവർക്ക് സംസാരിക്കാൻ ഒരു പ്രൈവസി കൊടുക്കാൻ വേണ്ടി മിസ്റ്റർ ഗു അവിടുന്ന് പോകുന്നു. ഷെൻഷൻ നീ എല്ലാ കാര്യങ്ങളും അറിഞ്ഞോ എന്ന് ചോദിക്കുന്നു. എന്നെ ബാൻ ചെയ്യുന്നതിനെ കുറിച്ച് നിനക്ക് മുന്നേ അറിയാമായിരുന്നോ എന്ന് ബോക്സ് തിരിച്ചു ചോദിക്കുന്നു. അവൾ ഒന്നും മിണ്ടാത്ത കണ്ടിട്ട് നീ ഇവിടെ വന്ന് എന്നോട് ട്രെയിനിങ് ചെയ്യാൻ പറഞ്ഞല്ലോ, ഈ ട്രെയിനിങ്ങിന്റെ ഒക്കെ എന്താ ആവശ്യമുള്ളത്? എനിക്ക് ഒരിക്കലും ഇനി സ്റ്റേജിലേക്ക് കയറാൻ പറ്റില്ല, എനിക്ക് നിന്റെ മുന്നിൽ മാത്രം പെർഫോം ചെയ്താൽ മതിയോ? എന്റെ വീട്ടിലെ ചുമരിനോട് മാത്രമാണോ ഞാൻ പാടേണ്ടത്? നിനക്കറിയോ ബാൻ എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത്? ഞാൻ സ്റ്റാർ എന്റർടൈൻമെന്റുമായിട്ട് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ എഗ്രിമെന്റ് ഇല്ലാതെ പുറത്തുനിന്ന് പാടുന്നത് പോലും, പണത്തിന് പാടുന്നത് പോലും ഇല്ലീഗലാണ്. ഇനി സിംഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യത്തിലും എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അതിനെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ നിനക്ക്? 4 വർഷത്തേക്ക് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്നിട്ട് ബാക്കിയുള്ളവർ വളരുന്നത് നോക്കിയിരിക്കാൻ മാത്രമേ ഇനി എന്നെ കൊണ്ട് പറ്റുള്ളൂ. എല്ലാവരും എന്നൊരു വേസ്റ്റ് പോലെ മറന്നു കളയും. നിനക്ക് എല്ലാ കാര്യവും മുന്നേ അറിയായിരുന്നു, എന്നിട്ടും നീ എന്നിൽ നിന്നും അത് മറച്ചു വെച്ചു. എന്നെ മിസ്റ്റർ ഗുവിന്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തി ഒരു പട്ടിയെ പോലെ ടോർച്ചർ ചെയ്തു. നിനക്ക് എന്നെ നോക്കി ചിരിക്കണമായിരുന്നു എന്നവൻ പറയുന്നതും ഷെൻഷൻ ആർക്കും നിന്നെ നോക്കി ചിരിക്കണ്ട, നിന്നെ ഞാൻ അറിയിച്ചില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ നിന്നെ അറിയിക്കാതിരുന്നത് നിന്നെ ഇനിയും തളർത്തണ്ടല്ലോ എന്ന് കരുതിയിട്ടായിരുന്നു. ഇപ്പൊ നിനക്ക് നന്നായിട്ട് പ്രോഗ്രസ് ഉണ്ട്, നീ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നില്ലേ, നിന്റെ ത്രോട്ട് റെഡിയാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു എന്ന് പറയുന്നു. എന്നിട്ട് എന്ത് ചെയ്യാനാ, വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാനോ എന്ന് ചോദിച്ച് അവൻ ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നു. ഷെൻഷനും സാഡ് ആയിട്ട് നിൽക്കുന്നു. ഇപ്പൊ ബോക്സ് അവന്റെ വീട്ടിലാണ്. അവന്റെ ചേച്ചി അങ്ങോട്ടേക്ക് വരുന്നു. ഷെൻഷനാണതെന്ന് കരുതി ഞാനൊന്ന് ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞതായിരുന്നു, ആരോടാണ് എനിക്ക് ദേഷ്യം കാണിക്കേണ്ടത് എന്ന് അറിയില്ലായിരുന്നു, അതറിയാതെ നിന്റെ മേലെ ഞാൻ ദേഷ്യം കാണിച്ചു പോയി, സോറി എന്ന് പറയുന്നു. ഇതെല്ലാം ചേച്ചി കേട്ടിട്ട് അവനോട് കുഴപ്പമില്ലടാ, അവള് നിന്നോട് ദേഷ്യം പിടിക്കില്ല എന്ന് പറയുന്നു. ചേച്ചിയോ എന്ന് ചോദിച്ച് ബോക്സ് അവിടെ എഴുന്നേറ്റിരിക്കുന്നു. നിന്റെ വോയിസ് ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചേച്ചി ചോദിക്കുന്നു. കുഴപ്പമില്ല, ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട് എന്ന് ബോക്സ് പറയുന്നു. ഫ്രീ ഉള്ളപ്പോ നമുക്ക് റീചെക്കപ്പിന് പോയാലോ എന്ന് ചേച്ചി ചോദിക്കുന്നു. എന്നാൽ അവൻ ഒന്നിനും ഇൻട്രസ്റ്റ് ഇല്ല. ചേച്ചി ഇപ്പൊ അവനെ വീട്ടിലേക്ക് വിളിക്കുന്നു. ഓൾറെഡി ഞാൻ അച്ഛനോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്, ഇനി ഒരിക്കലും അച്ഛൻ നിന്നോട് ബിസിനസിന്റെ കാര്യം സംസാരിക്കില്ല. അച്ഛന്റെ PA ആയിരുന്നു അന്ന് അമേരിക്കയിൽ നിന്നെ നിർത്താൻ പോവാണെന്നുള്ള കാര്യം എന്നോട് വിളിച്ചു പറഞ്ഞത്. ഇത് കാരണം ജോലി വരെ രാജിവെക്കാനാവുകയും ചെയ്തു. നീ അച്ഛനോട് ജീവിതകാലം മുഴുവൻ സംസാരിക്കാതിരിക്കാനാണോ പ്ലാൻ ചെയ്യുന്നത് എന്ന് ചോദിച്ച് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടേ ഇരിക്കുവാണ് ചേച്ചി. ബോക്സും PA അങ്കിളിനെ കുറിച്ച് ആലോചിച്ചിട്ട് വീട്ടിലേക്ക് വരാൻ നോക്കാന്ന് പറയുന്നു. ചേച്ചി ഇപ്പൊ അവനോട് അമ്മ നിനക്ക് വേണ്ടി തന്ന ആ ബ്ലൂ ഫ്ലെയിം എനിക്കിതാ, ഞാനത് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അയക്കാൻ പോവാണ് എന്ന് പറയുന്നതോടുകൂടി എപ്പിസോഡ് ഇവിടെ തീരുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.